ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ജോസൂട്ടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ ജോസൂട്ടി, നമ്മൾ അവസാനിപ്പിച്ചതാണ് തുടക്കം മുതൽ ആദ്യ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ, അതായത് നമ്മൾ 9 ഭീകര കേന്ദ്രങ്ങൾ അവിടെ ചെന്ന് ആക്രമിച്ചതിന് ശേഷം തുടക്കം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു വന്നത്, വിദേശകാര്യ സെക്രട്ടറി ആകട്ടെ നമ്മുടെ പ്രതിരോധ മന്ത്രിയാകട്ടെ പറഞ്ഞത്, ഞങ്ങളായിട്ട് ഒരാക്രമണത്തിനും തുടക്കമിടുന്നില്ല, നിങ്ങളായത് തുടങ്ങിയാൽ ഞങ്ങളായത് അവസാനിപ്പിക്കും എന്നാണ്. വളരെ പെട്ടെന്ന് ഇന്ത്യക്ക് കൃത്യമായ ആധിപത്യം ഉണ്ടായിരുന്നിട്ട് പോലും വളരെ പെട്ടെന്ന് വെടിനിർത്തൽ കരാർ എന്ന രീതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. സമാധാനമാണ് പ്രധാനം, മനുഷ്യരുടെ ജീവൻ, ഇതൊക്കെ പരിഗണിക്കപ്പെടുന്നു. എന്നിട്ടും പറഞ്ഞ് മണിക്കൂറുകൾ പിന്നിടും മുമ്പേ വീണ്ടും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. എന്ത് അപകടത്തിലേക്കാണ് പാകിസ്ഥാൻ ഈ രാവിനെ കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ട് ഒരു വെടിനിർത്തലിന് ശേഷം അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പാകിസ്ഥാൻ പോയി, എന്തുകൊണ്ട് ആ ഒരു ധാരണ ലംഘിച്ചു എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പ്രയാസമാണ്. പക്ഷെ അതിൽ നിന്ന് അനുമാനിക്കാവുന്ന ചില കാര്യങ്ങൾ, ഈ വെടിനിർത്തൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ അപമാനകരമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമ്മൾ എത്തിച്ചേർന്ന ധാരണപ്രകാരം അവർ ഒന്നും നേടിയിട്ടില്ല. കാരണം നമ്മൾ നടത്തിയ അക്രമം ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. തീവ്രവാദത്തെ നമുക്ക് വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. അതിന്റെ പ്രഭവ കേന്ദ്രങ്ങളിൽ നമ്മൾ ചെന്ന് വേണ്ടത് ചെയ്യും. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതിനെ നേരിടുക ചർച്ചകളിലൂടെയല്ല, മറിച്ച് സൈനിക നടപടികളിലൂടെ അതിന് പരിഹാരം കാണുന്ന ഒരു പുതിയ രീതി ഇന്ത്യ നിലവിൽ കൊണ്ടുവന്നു. അതെങ്കിലും ഭാവിയിൽ പാകിസ്ഥാനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പിൻവലിയാൻ പ്രേരിപ്പിക്കണം എന്ന ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ഇത്തരം പ്രവർത്തനങ്ങളോടുള്ള ഒരു നയത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതൊരു വശത്ത്. പക്ഷേ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അപമാനമായിരുന്നു. കാരണം അവർ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയിരുന്ന പഞ്ചാബിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളും അവിടുത്തെ കൊടും ഭീകരവും ഒക്കെയാണ് വധിക്കപ്പെട്ടത്. അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെയാണ് നശിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ഈ വെടിനിർത്തൽ യഥാർത്ഥ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയമായിരുന്നു. അത് അവർക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യം നേടുവാൻ കഴിഞ്ഞില്ല. അതിലെ അപമാനം ചിലപ്പോൾ ഈ ബോർഡർ റീജിയൻസിലും ഇത്തരം സൈനിക നീക്കങ്ങളും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട താഴേക്കിടയിലുള്ളവരിൽ നിന്നും ശരിയായ രീതിയിൽ അത് എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല. കാരണം അവരൊന്നും ഒന്നും നേടിയതായിട്ട് കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായ സാഹചര്യത്തിൽ ചില ബോർഡർ സെക്യൂരിറ്റി പോസ്റ്റുകളിൽ നിന്നോ അതിലെ ഏതാനും ചില ആൾക്കാരിൽ നിന്നോ ഉണ്ടായ ഒരു അസംതൃപ്തിയുടെ പരിഭ്രാന്തിയുടെയും ഒക്കെ ഫലമായിരിക്കാം ഇതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അങ്ങനെ ഇരുകൂട്ടരും സംബന്ധിച്ച ഒരു വെടിനിർത്തലിൽ നിന്ന് ഒരു വ്യാപകമായ പിൻപോക്കലാണോ ഇതൊന്നും അറിയാൻ നിർവാഹമില്ല. കാരണം അതിപ്പോൾ വന്ന റിപ്പോർട്ട്സുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ശരി ശ്രീ ജോസൂട്ടി ഒപ്പം ചേർന്നതിനെ പ്രതികരിച്ചതിന്